ഇക്കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. സംശയത്തിന്റെ മുൾമുനയിൽ ആളുകളെ നിർത്തുകയല്ല. ഒരു ദിവസം എന്നെ ഒരു പത്രത്തിന്റെ പ്രതിനിധി വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിച്ച വാർത്ത പോലും ഇടതുപക്ഷത്തേക്കാണ് നീങ്ങുന്നത് എന്ന കാര്യമാണ് പറയുന്നത്. ഏതായി ഇടതുപക്ഷം? പോരാളി ഷാജിയാണോ ഇടതുപക്ഷം? നിങ്ങൾ പകുതി വന്ന വാർത്തയുമായിട്ടാണ് രംഗത്ത് വരുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കമില്ല. ഇമാതിരിയുള്ള ഒരു നിലപാടിലും തെറ്റായ ഒരു സമീപനത്തിൻ്റെയും ഭാഗമായിട്ട് പോകേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളിൽ പോലും CPM നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞ ചില ഗ്രൂപ്പുകളെ ചൂണ്ടിക്കാട്ടിയാണ് LDF-നെതിരെ പ്രചാരണം നടത്താൻ അവർ ശ്രമിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒളിച്ചുവെക്കുന്ന കാര്യവും CPM-ന് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല. അന്വേഷണം നടക്കട്ടെ, പോലീസ് അന്വേഷിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാം ഇടതുപക്ഷത്തേക്കാണ് നീങ്ങുന്നത് എന്നുള്ള കള്ളപ്രചാരവേല നടത്തുകയല്ല വേണ്ടത് എന്നതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വടകര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലെ കാഫിർ പ്രചാരണത്തിന് പിന്നിൽ CPM സൈബർ ഗ്രൂപ്പുകളാണെന്ന പോലീസ് റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ, റെഡ് എൻകൗണ്ടർ, റെഡ് ബറ്റാലിയൻ ഇവർക്കൊന്നും CPM-മായി ബന്ധമില്ലെന്നാണ് തള്ളിപ്പറയൽ. ഒപ്പം ലീഗ് നേതാവിന്റെ പേരിൽ പ്രചരിച്ച കാഫിർ പോസ്റ്റ് മുൻ MLA KK ലതിക ഷെയർ ചെയ്തതും ന്യായീകരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി. വർഗീയ ചുവയുള്ള പ്രചാരണായുധം തയ്യാറാക്കുകയും അത് UDF നേതാവിന്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തതാണെന്ന് തെളിഞ്ഞിട്ടും പാർട്ടി അറിഞ്ഞില്ലേ കാഫിർ സ്ക്രീൻഷോട്ട്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, കോൺഗ്രസ് നേതാവ് ശ്രീ നിജേഷ് അരവിന്ദ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ ഇന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പൂർണ്ണമായിട്ടും ന്യായീകരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. വടകരയിലെ ആ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ CPM-ന് ഒരു പങ്കാളിത്തവുമില്ല. അതിന് അദ്ദേഹം പറയുന്ന കാരണം ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് വന്നു എന്നുള്ളത് ശരി തന്നെയാണ്. അതിൽ കണ്ടെത്തിയിട്ടുള്ള ഈ സാക്ഷികളായ ആളുകൾ, അമ്പാടിമുക്ക് സഖാക്കൾ, പോരാളി ഷാജി, റെഡ് ബറ്റാലിയൻ, ഇതൊന്നും, റെഡ് എൻകൗണ്ടർ, ഇവർക്കൊന്നും പാർട്ടിയുമായി ബന്ധമില്ല എന്നുള്ള ന്യായീകരണമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ പാർട്ടിയുടെ ഈ തള്ളിപ്പറയലിനെ? ശ്രീ മഞ്ജുഷ്, നമ്മുടെ ഈ ഒരു വിഷയം പരിശോധിച്ചാൽ വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഏക വിഷയമോ ഏക വിവാദമോ ഇതല്ല എന്ന് നമുക്ക് കാണാം. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ ചുറ്റിപ്പറ്റി ഉണ്ടായ ഒരു അശ്ലീല വീഡിയോ ആണ് എന്ന് പറഞ്ഞിരുന്നു. അത് പിന്നീട് വീഡിയോ അല്ല, അത് ഒരു ചിത്രമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാമർശമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ വളരെ മോശമായ രീതിയിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയൊക്കെ തന്നെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ വളരെ അശ്ലീലമായിട്ട് വരെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള പാർട്ടിക്കാരൊക്കെ തന്നെ തയ്യാറാകുന്നു എന്ന രീതിയിലത്തേക്കായിരുന്നു CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട ലൈൻ. അത് തന്നെയുമല്ല, അതിൻ്റെ ഭാഗമായിട്ട് അവർ പലപ്പോഴും പത്രസമ്മേളനങ്ങളിലൊക്കെ തന്നെ ആരോപണം ഉന്നയിച്ചത് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിലിൻ്റെയും മറ്റ് ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെയും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഒക്കെ തന്നെ അറിവോടും സമ്മതത്തോടും കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് എന്നായിരുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല, നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു അശ്ലീലമായിട്ടുള്ള ഒരു വീഡിയോയോ ഒരു ചിത്രമോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന അവരെ പറ്റി ആൾക്കാർക്ക് മോശമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകുമെന്നോ അതിൻ്റെ പേരിൽ അവർക്ക് വോട്ട് കുറയുമെന്നോ ഒക്കെ തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ ഏത് കാലത്താണ് ഏത് ലോകത്താണ് കഴിയുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം നമുക്ക് പറയാവുന്ന ഒരു വിഷയമാണ് ഈ കാഫിർ വിവാദം. ഇതിലേറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, ഈ വളരെ ഗുരുതരമായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഈ അശ്ലീല വീഡിയോയെ കുറിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും ഈ കാഫിർ വിവാദമാണെങ്കിലും. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
ഈ രണ്ട് വിഷയങ്ങളിലും CPM-ന് ആരംഭത്തിലുണ്ടായിരുന്ന ശൂരത്വം പിന്നീട് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ കാഫിറുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലേക്കുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നു. ആ കാഫിർ പ്രചരണം എല്ലാം തന്നെ പിന്നീട് കയ്യിൽ നിന്ന് പോകുന്നു എന്ന ഒരു ഘട്ടം വന്ന സമയം മുതൽ CPM സ്വീകരിക്കുന്ന ഒരു ഡിഫൻസ് ലൈൻ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അവർ പറയുന്നത് ഇതിൽ ആദ്യം പരാതിപ്പെട്ടത് ഞങ്ങളാണ് എന്നാണ്. പക്ഷേ ആ പരാതിയുടെ അടിസ്ഥാനം എന്തായിരുന്നു എന്നതിനെപ്പറ്റി അവരുടെ വക്താക്കളടക്കം ചാനൽ ചർച്ചകളിൽ പോലും പറയുന്നില്ല. അതായത് അവരത് പ്രതിപക്ഷത്ത് നിന്നുള്ള അല്ലെങ്കിൽ MSF-ന്റെ ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവരുടെ പരാതി പോലും ഉണ്ടായിരുന്നത്. CPM-ന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന അല്ലെങ്കിൽ CPM-ന്റെ തന്നെ മറ്റ് ഘടകങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമൊക്കെ വഹിക്കുന്ന ഒരു നേതാവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചോദ്യം ചെയ്യൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ പ്രതിരോധത്തിലാണ്. ഇതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നോ ആരു വഴിയാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്നോ ഒന്നും തന്നെ പറയുന്നതിനോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വിവരശേഖരണം നടത്തുന്നതിനോ പോലും CPM-ന് കഴിയാത്ത രീതിയിലത്തേക്ക് ഇത് എത്തിപ്പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഇതിൻ്റെ ഏറ്റവും അവസാനം പോലീസിൻ്റെ തന്നെ റിപ്പോർട്ടൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൽ കാണുന്നത് ഇത് ഏതൊക്കെ ഗ്രൂപ്പുകളിൽ വന്ന തീയതിയും സമയവും ഏതാണ്, അതിനെ ബാക്ക് ട്രാക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവിൻ്റെ അടുത്ത് എത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന് ഈ സ്ക്രീൻഷോട്ടൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് എന്നതിനെ പറ്റിയോ ഏതൊക്കെയോ ഗ്രൂപ്പുകളിൽ നിന്ന് എവിടെയൊക്കെയോ കിട്ടി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹമുള്ള ഗ്രൂപ്പ് ഏതാണ് എന്നൊക്കെ ഇവർക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയിരിക്കുന്ന കാര്യത്തിനെ പറ്റി അതിൻ്റെ ഒറിജിൻ എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. താങ്കൾ ഉദ്ദേശിക്കുന്നത് റിബേഷിന്റെ കാര്യമായിരിക്കും അല്ലേ? റിബീഷ് എന്നയാളുടെ കാര്യമാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. അതിന് പോലീസ് അതല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതിന് പോലീസ് നൽകുന്ന വിശദീകരണം 8ാമത്തെ പാരയിൽ പോലീസ് പറയുന്നത് ഈ റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പ്, അതിലാണ് റിബേഷ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. അത് 25/4/2024 ഏപ്രിൽ 25-ന് 2:13 ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒറിജിൻ എന്നുള്ളത് ഇതാണ്. പക്ഷേ ആ റിബീഷിനെ എങ്ങനെ കിട്ടി അത് കണ്ടെത്തുവാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. റിബീഷിന്റെ ഈ റെഡ് എൻകൗണ്ടേഴ്സിൽ നിന്ന് റെഡ് ബറ്റാലിയനിൽ എത്തുന്നു. റെഡ് ബറ്റാലിയനിൽ നിന്ന് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് രാത്രി 8:23-ന് പോരാളി ഷാജിയിലേക്കും എത്തുന്നു. അതെല്ലാം ഉണ്ട്. പക്ഷേ ഈ റെഡ് എൻകൗണ്ടേഴ്സിലും ഈ റിബീഷിലും എങ്ങനെ എത്തിയെന്ന് മാത്രം പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അല്ല മഞ്ജുഷ്, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം CPM പറയുന്നത് എന്താണ്, ഇത് ആരാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാക്കി വിട്ടത് എന്നതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഭാഗത്തു നിന്നാണ് ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള പരാതി പോകുന്നത് എന്ന് പറയുന്നു. ശരി, അവർ മറ്റൊരാളിനെ പറ്റിയിട്ടാണ് ആരോപണം ഉന്നയിച്ചത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ 2:13 എന്ന് പറയുന്ന ഒരു സമയത്തിൽ ഒരു പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പിൽ അവരുടേതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് വന്നു നിൽക്കുമ്പോൾ അതിന് പിന്നിലേക്ക് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്നതുമായി ബന്ധപ്പെട്ട് CPM-ന് പോലീസ് അന്വേഷണം പൂർത്തിയാക്കാൻ കാത്തിരിക്കേണ്ടതുണ്ടോ, അത് അന്വേഷിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ശ്രീ ഹസ്കർ മറുപടി പറയേണ്ടതും അതാണ്. പക്ഷേ അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നില്ല. ഈ 4 ഗ്രൂപ്പുകളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് എന്ത് കാര്യമാണ്? അവിടെ ഈ വർഗീയവാദി എന്ന രീതിയിൽ മുദ്ര കുത്തപ്പെട്ട ഒരു ചെറുപ്പക്കാരനുണ്ട്, PK മുഹമ്മദ് ഖാസിം എന്നയാൾ. അദ്ദേഹത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇപ്പോൾ ഇവിടെ കൊണ്ട് എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഈ മുഹമ്മദ് ഖാസിം ഈ നിയമ പോരാട്ടത്തിന് പോയില്ലായിരുന്നുവെങ്കിൽ സമൂഹത്തിന് മുന്നിൽ മുഹമ്മദ് ഖാസിം ആരോപണ വിധേയനായിരുന്നേനെ, വർഗീയവാദിയായി മാറിയേനെ, വർഗീയ വിഷങ്ങൾ വമിപ്പിക്കുന്നയാളായി മാറിയേനെ. അദ്ദേഹം നിയമ പോരാട്ടത്തിന് പോവുകയും എൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചോളൂ എന്ന് പോലീസിനോട് പറയുകയും ചെയ്തതുകൊണ്ട് ഇത് മറ്റൊരു തലത്തിലേക്ക് അന്വേഷണം പോയി. പ്രതിയാക്കിയത് ഈ മുഹമ്മദ് ഖാസിമിനെയാണല്ലോ പോലീസ്. ഈ പറയുന്ന ഈ 4 ഗ്രൂപ്പുകളിലെയും 2 വാട്സപ്പ് ഗ്രൂപ്പ്, 2 ഫേസ്ബുക്ക് പേജ്, ഇതിൻ്റെ ഒന്നും അഡ്മിന്മാർ ഇതുവരെ പ്രതികളല്ല, സാക്ഷികൾ മാത്രമാണ്. ശ്രീത് പണിക്കർ ഇവിടെ ചോദിച്ച കാര്യമുണ്ട്. റെഡ് എൻകൗണ്ടേഴ്സിൻ്റെ റിബീഷ്, അവിടെ നിന്ന് പോലീസിന് എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല? അത് മാത്രമല്ല, റിബീഷ് എന്നുള്ളത് കേവലം സാധാരണ ഒരു വ്യക്തിയല്ലല്ലോ, പാർട്ടിക്കാരനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തതാണല്ലോ. എന്തുകൊണ്ട് CPM-ന് അത് അന്വേഷിച്ചുകൂടാ? ഈ 4 പേരെയും തള്ളി പറഞ്ഞുകൊണ്ട് എന്താണ് കാര്യമുള്ളത്? ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിഞ്ഞത് കൊണ്ട് എന്ത് കാര്യം? ഇവിടെ മാപ്പ് പറയേണ്ടതാണ് മുഹമ്മദ് ഖാസിമിനോട്. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്? മഞ്ജുഷ, ഇതിനെ കാണേണ്ടത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി, ഒരു സൈബർ ഇടത്തിലെ ഒറ്റപ്പെട്ട ആക്രമണമായിട്ടല്ല വടകര തെരഞ്ഞെടുപ്പിൽ ഇതുണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് 17ഓളം കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വടകരയിൽ മാത്രം. വടകരയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തുടങ്ങിയത് മുതൽ ടീച്ചറമ്മ എന്ന് വിളിച്ചുകൊണ്ട് KK ശൈലജയെ മൃഗീയമായി സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചുകൊണ്ടാണ് തുടക്കം മുതൽ ഇത്തരം ആരോപണങ്ങളും ഇത്തരം ദുരാരോപണങ്ങളും ഒക്കെ തുടങ്ങുന്നത്.
ശൈലജ ടീച്ചറെ നമുക്ക് കേരളത്തിന് സുപരിചിതമാണ്. കേരളത്തിൽ ഇത്രയും ജനകീയയായ ഒരു വനിതാ നേതാവ് ഉണ്ടായിട്ടുണ്ടോ, ഗൗരിയമ്മയ്ക്ക് ശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സഖാവ് ശൈലജ ടീച്ചർ മാത്രമേ. സ്വാഭാവികമായി ആ ശൈലജ ടീച്ചറുടെ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ, ഏതൊക്കെ അറ്റം വരെ പോകാവുന്ന തരത്തിൽ മ്ലേച്ഛമായിട്ടുള്ള ഒരു അതിക്രമം UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് 17ഓളം കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഒരു കേസായിരുന്നു സാർ ഈ മുഹമ്മദ് ഖാസിമിനെതിരെയും ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ഈ കാണിക്കുന്ന ഈ പോസ്റ്റ് മുഹമ്മദ് ഖാസിമാണ് ഉണ്ടാക്കിയതും പ്രചരിപ്പിക്കുകയും ചെയ്തത് എന്നത്. അതായത് ഷാഫി 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ്, മറ്റേതോ കാഫിറായ സ്ത്രീ സ്ഥാനാർത്ഥി, ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്, നമ്മളിൽ പെട്ടവനല്ലേ, ചിന്തിച്ച് വോട്ട് ചെയ്യൂ. ഇങ്ങനെയുള്ള ഈ വർഗീയ വിഷം സമൂഹത്തിലേക്ക് പടച്ചുവിട്ടത് ഈ പറയുന്ന PK മുഹമ്മദ് ഖാസിമാണെന്ന് ആയിരുന്നുവല്ലോ നിങ്ങളുടെയൊക്കെ പ്രചാരണം. അതാണല്ലോ KK ലതിക മുൻ MLA, CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പോലും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതും ആ ഷെയർ ചെയ്ത പോസ്റ്റ് അവർ ഡിലീറ്റ് ചെയ്യാൻ ആദ്യ സമയങ്ങളിൽ വിസമ്മതിച്ചിരുന്നതും പിന്നീട് അത് വിവാദമായി ഏറെ കഴിഞ്ഞാണ് അവർ അത് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ഇത് പടച്ചു വിട്ടവരുടെ കാര്യം തന്നെ പോലീസ് റിപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഈ താങ്കൾ പറയുന്ന 17ഓളം കേസുകൾ എന്ന് പറയുമ്പോൾ അതിലുണ്ട് മുഹമ്മദ് ഖാസിമും, അദ്ദേഹം നിരപരാധിയാണ്. അല്ല, നിശ്ചയമായും മുഹമ്മദ് ഖാസിമിന്റെ 18ാമത്തെ കേസാണ്. ആ 18ാമത്തെ കേസിൽ മുഹമ്മദ് ഖാസിമിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് എന്ന അർത്ഥത്തിലാണ് ആ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വരുന്നത്. സ്വാഭാവികമായും ആ സ്ക്രീൻഷോട്ടിന്റെ അന്വേഷണത്തിന്റെ ഉറവിടം ഇപ്പോൾ റിബീഷ് രാമചന്ദ്രനിൽ എത്തി നിൽക്കുന്നു. അത് DYFIയുടെ മേഖലാ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു, അധ്യാപകൻ കൂടിയായിട്ടുള്ള ഒരാളാണ് എന്നത് നമ്മളെ വേറെ കൗതുകത്തോടു കൂടിയാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. സ്വാഭാവികമായും DYFIയുടെ മേഖലാ പ്രസിഡന്റ് അല്ലെങ്കിൽ DYFIയുടെ ഉന്നത നേതാവ്, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള നേതാവിന് സ്വാഭാവികമായും അങ്ങ് ചോദിക്കുന്നത് പോലെ പാർട്ടിയോട് അതിന്റെ സത്യസന്ധത തുറന്നു പറഞ്ഞിട്ടുണ്ടാവും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. പാർട്ടിയോട് തുറന്നു പറഞ്ഞിട്ടുള്ളത് പാർട്ടി തടഞ്ഞിട്ടില്ല അല്ലെ, പാർട്ടിക്ക് ഇതിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് MP ഗോവിന്ദൻ പറയുന്നത്. ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ്. DYFIയുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം അങ്ങ് ഓർക്കുന്നുണ്ടാവും, DYFIയുടെ ജില്ലാ സെക്രട്ടറി റിബീഷ് രാമചന്ദ്രനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ആ പ്രസ്താവനയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുക, DYFI നേതാക്കന്മാരോട് റിബീഷ് രാമചന്ദ്രൻ തന്റെ നിരപരാധിത്വം അല്ലെങ്കിൽ തന്റെ അതിലുള്ള ഇൻവോൾവ്മെന്റിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന് എവിടെ നിന്നോ ലഭിച്ച ഒരു പോസ്റ്റ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പോലീസിന് മൊഴി കൊടുക്കുന്നത്. പക്ഷെ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള അർത്ഥത്തിലാണ്, അത് വെളിപ്പെടുത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്ന അർത്ഥത്തിലാണ് പോലീസിന് മുമ്പാകെ മൊഴി കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, അതല്ല പോലീസിനോട് പറഞ്ഞൊന്നും അല്ല കേട്ടോ, പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓൺ വെരിഫിക്കേഷൻ ഓഫ് ഹിസ് മൊബൈൽ ഫോൺ എന്നാണ്. അല്ലാതെ ഞാനാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്ന് അങ്ങോട്ടൊന്നും പറഞ്ഞൊന്നുമല്ല. വെരിഫൈ ചെയ്ത് പോലീസ് ആ മൊബൈൽ ഫോൺ പരിശോധിച്ചിട്ട് കിട്ടിയ വിവരമാണ്. ഇറ്റ് ഈസ് റിവീൽഡ് ദാറ്റ് ദ കമ്മ്യൂണൽ പോസ്റ്റ് വാസ് പോസ്റ്റഡ് ബൈ ഹിം, അതായത് റിബീഷ് രാമകൃഷ്ണൻ, ഇൻ ദ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓഫ് റെഡ് എൻകൗണ്ടേഴ്സ് ഓൺ 25/4/2024 at 2:13 PM. ഓൺ ഇന്ററഗേഷൻ, ചോദ്യം ചെയ്തപ്പോൾ റിബേഷ് കുഡ് നോട്ട് റിവീൽ ഫ്രം വെയർ ഹി ഹാസ് ഒബ്റ്റെയിൻഡ് ദ കമ്മ്യൂണൽ പോസ്റ്റ്. എന്തുകൊണ്ട് ഇവരെയൊന്നും പ്രതികളാക്കുന്നില്ല സാർ? എന്താണ് പോലീസ് ചോദിച്ചപ്പോൾ പറയാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു കഴിഞ്ഞാൽ ഈ DYFI നേതാവിനെ ശരി പൊക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വിട്ടിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയാണോ പോലീസ് ചെയ്യേണ്ടത്? മഞ്ജുഷ, ഒരു IT ആക്ടിലെ കുറ്റകൃത്യം ഉൾപ്പെടുന്ന ഒരു കേസിൽ 153A IPC പ്രകാരമുള്ള അന്വേഷണം നടക്കുന്ന ഒരു കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ കേസിന്റെ തുടർ നടപടികളിലേക്ക് പോകാനാവും. ഇപ്പോ ഈ കേസിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് വിദ്വേഷ പ്രചാരണം നടത്തി എന്നതിന്റെ പേരിൽ. ഇത് നിസ്സാരമായ ഒരു കേസാണോ? കമ്മ്യൂണൽ പോസ്റ്റ് ആണെന്ന് പോലീസ് തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സാർ. മുഹമ്മദ് ഖാസിമിനെ പ്രതിയാക്കിയിട്ടാണ് ആ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വാദിയെ പ്രതിയാക്കിക്കൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. നിങ്ങളിപ്പോ വാദി എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഭാസ്കരൻ മാഷ് നൽകിയ ഒരു പരാതി, രാത്രി 8:15 ഭാസ്കര മാഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR ആണ്. ആ FIRന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. 153A IPC പ്രകാരമുള്ള കുറ്റകൃത്യം അന്വേഷിച്ചുകൊണ്ടാണ്. ആ അന്വേഷണത്തിന്റെ ഒടുവിലാണ് മുഹമ്മദ് ഖാസിം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി സമീപിക്കുകയും ഹൈക്കോടതി അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും 27-ാം തീയതി അതിന്റെ കേസ് ഡയറി അടക്കം ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായി അതിന്റെ ഭാഗമായിട്ടാണ് റൂറൽ SP നൽകിയിട്ട് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലാണ് നാം കേട്ടത് അത് റിബേഷ് രാമചന്ദ്രനിൽ എത്തി നിൽക്കുന്നു, റിബേഷ് രാമചന്ദ്രൻ എവിടെ നിന്ന് ലഭിച്ചു എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. പക്ഷേ അന്വേഷണവുമായി സഹകരിച്ചുകൊണ്ട് റിബേഷ് രാമചന്ദ്രൻ തന്റെ മൊബൈൽ ഫോൺ പോലീസിന് മുമ്പാകെ നൽകിയിട്ടുണ്ട്. ആ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനു വേണ്ടി പോലീസ്
ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് ലാബിലെ സൈബർ വിദഗ്ധന്മാർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി റിബേഷ് ആണ് അത് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐയോ CPIM-ഓ ഒരു ഇടതുപക്ഷ സംഘടനകളോ റിബേഷ് രാമചന്ദ്രനെ ചേർത്തു പിടിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ നിജേഷ് അരവിന്ദ്, ഈ റിബേഷ് രാമേന്ദ്രൻ അല്ല, രാമകൃഷ്ണൻ എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പേര്, സാക്ഷിയാണ് ഈ കേസിലെ. അവിടെ വരെ അന്വേഷണം ചെന്നെത്തി നിൽക്കുകയാണ്. പിന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി മൊബൈൽ ഫോൺ നൽകിയിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് പോലീസ് കാത്തിരിക്കുകയാണ് എന്നാണ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെ ഹസ്കർ പറഞ്ഞ കാര്യമുണ്ട്, വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഇത് ഒറ്റപ്പെട്ട ഒരു കേസല്ല, 17 മറ്റ് കേസുകളുണ്ട്. അതൊക്കെ ഷൈല ടീച്ചറിനെതിരെ UDF ക്യാമ്പുകളിൽ നിന്ന് വന്ന പ്രചാരണത്തിനെതിരെ അവർ കൊടുത്ത പരാതിയിൽ എടുത്തിരിക്കുന്ന കേസുകളാണ്. അപ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് ഇപ്പോൾ ഈ മുഹമ്മദ് ഖാസിമിൻ്റെ ഈ ഒരു കേസ് മാത്രം, ഈ കാഫിർ പോസ്റ്റ്, അത് മാത്രം എടുത്ത് പാർട്ടിയെ അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് ഹസ്കറിൻ്റെ വാദം. അത് തന്നെയാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത്. ഇതിൻ്റെ എല്ലാം ഉൽപ്പാദനം തുടങ്ങിയത് UDF ആയിരുന്നുവെന്ന്. ഞാൻ അഡ്വക്കേറ്റ് BR ഹസ്കറിനെ എല്ലാ സ്നേഹത്തോടു കൂടിയും വിനയത്തോടു കൂടിയും വെല്ലുവിളിക്കുകയാണ്. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി സാക്ഷാൽ പിണറായി വിജയന് നട്ടലുണ്ട് എങ്കിൽ, ആർജവമുണ്ട് എങ്കിൽ ഈ 17 കേസും അന്വേഷിച്ച് കാരണക്കാരായ UDF-കാരെ, കോൺഗ്രസുകാരെ ജയിലിലടയ്ക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇത് മാത്രമല്ല, തൃക്കാക്കര ബൈ ഇലക്ഷൻ്റെ അന്ന് രാവിലെ ഒരു യൂത്ത് ലീഗുകാരനെ പിടിച്ചുകൊണ്ടുവന്നിരുന്നു. വൈകുന്നേരം വരെ സ്റ്റേഷനിലിരുത്തി. അവരാണ് ഡോക്ടർ ജോക്കെതിരെ എന്തോ മോശകരമായി പറഞ്ഞു എന്ന് പറഞ്ഞത്. എവിടെ എത്തി ആ കേസ്? പുതുപ്പള്ളി ബൈ ഇലക്ഷൻ അന്ന് മറ്റൊരു UDF പ്രവർത്തകനെ ജയിലിൽ പിടിച്ചുകൊണ്ടുവന്നിരുന്നു. വലിയ പ്രചരണമായിരുന്നു സൈബർ ഹാൻഡിലുകളിൽ, ഇതേപോലെയുള്ള വർഗീയ ഫാക്ടറികളിൽ. എവിടെ എത്തി ആ കേസ്? എൻ്റെ മഞ്ജുഷെ, ഇത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ ഹസ്കറിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വടക്കൻ മലബാറിലായതുകൊണ്ട്, കോഴിക്കോടായതുകൊണ്ട് ഈ CPM-ന്റെ സകലമാന വൃത്തികേടുകളെയും നേരിൽ കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. ഈ ഫാക്ടറി ഈ പറയുന്ന അധ്യാപകനിലൊന്നും അല്ല നിൽക്കുന്നത്. ഇത് എവിടെയാണ് എന്ന് അറിയാൻ അങ്ങ് മാവിലാഴി വരെയൊന്നും പോണ്ട. കോഴിക്കോട്ടെ, കണ്ണൂരിലെ സകലമാന CPM-കാർക്കും അറിയാം, കോൺഗ്രസുകാർക്കും അറിയാം ഇതെവിടെ വെച്ചാണ് തുടങ്ങിയതെന്ന്. അവിടെ എത്തുമോ എന്ന അന്വേഷണം മാത്രമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇത് ആസൂത്രിതമായിക്കൊണ്ട് ഏപ്രിൽ മാസം 25-ാം തീയതി ഉച്ചയ്ക്ക് വരുന്നു. ഉച്ചയ്ക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് വരുന്നു. ഈ ചങ്ങാതിയൊക്കെ, ജുബേഷ് എന്ന് പറയുന്ന കക്ഷിയൊക്കെ ഇതിന്റെ ഒരു കാരിയർ മാത്രമാണ്, മയക്കുമരുന്നിലെ കാരിയർ എന്ന പണി മാത്രമാണ് ഈ DYFI ബ്ലോക്ക് സെക്രട്ടറി എടുത്തത്. ഇത് പല കാരിയർമാരിലൂടെയാണ് ഇത് വർഗീയ വിഷം പ്രചരിച്ചത്. ഇത് KK ലതികയെ പോലെയുള്ള ആളുകൾ സമൂഹത്തിനകത്ത് പ്രശ്നമുണ്ടാക്കാനിട്ടു. പ്രിയപ്പെട്ട ഹസ്കർ, നിങ്ങൾ അങ്ങ് തിരുവിതാംകൂറിലായതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കേരളത്തിലേക്ക് വരണം, കോഴിക്കോട്ടേക്ക് വരണം, വടകര കോൺസ്റ്റിറ്റ്യുവൻസിയുടെ രാഷ്ട്രീയ ചരിത്രം പഠിക്കണം. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നാദാപുരം എന്നൊരു നിയോജക മണ്ഡലമുണ്ട്. അതിനകത്ത് പണ്ട് A കണാരൻ അവിടുത്തെ MLA ആയിരുന്നു. നിങ്ങൾക്കറിയോ, 87-88 കാലഘട്ടത്തിൽ രണ്ട് പക്ഷത്തായി ലീഗും CPM-ഉം അടി തുടങ്ങിയ സമയത്ത് കോൺഗ്രസുകാരനായ ഒരു അബ്ദുള്ളയെ, മണ്ഡലം സെക്രട്ടറിയെ കൊന്നത് പുറത്തിറങ്ങിയ ഏക മുസ്ലിം എന്ന നിലയ്ക്കായിരുന്നു. അത്രയ്ക്കേറെ വർഗീയ കലാപമായിരുന്നു. കേവലം 9 വർഷമായിട്ടേ ഉള്ളൂ നാദാപുരത്തെ തൂണേരി എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിം വീടുകൾ മാത്രം നോക്കി ആക്രമിച്ചിട്ട് തലശ്ശേരി കലാപം, കൂത്തുപറമ്പ് കലാപം, ഇതൊക്കെ സ്ഫോടനാത്മകമായ വടക്കൻ മലബാറിലെ പ്രദേശമാണ്. കുറ്റ്യാടി, പേരാമ്പ്രയുടെ ഒരു ഭാഗം, കൊയിലാണ്ടിയുടെ ഒരു ഭാഗം, ഇതെല്ലാം സ്ഫോടനാത്മകമായ പ്രദേശമാണ്. അവിടേക്ക് ഒരു വിത്തിട്ടാൽ, ഞാൻ ചോദിക്കുന്നത്, അവിടേക്ക് ഒരു വിത്തിട്ടാൽ ആ വിത്ത് വളർന്ന് വലുതായി കലാപമായി മാറിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 4 വോട്ട് കിട്ടുമെന്ന ഒരു മ്ലേച്ഛമായ രാഷ്ട്രീയത്തിനെയാണ് CPM പ്രൊഡക്റ്റ് ചെയ്തത്. നിങ്ങൾക്കൊരു MP സ്ഥാനം കിട്ടിക്കോട്ടെ, അതിനുശേഷം മരണപ്പെട്ട ആളുകൾക്ക് ആര് ഉത്തരം പറയും? നിങ്ങൾക്ക് കുറെ ബോംബുണ്ടാക്കണം, കുറെ സാധുക്കളെ കൊണ്ട് ഇൻകുലാബ് വിളിപ്പിക്കണം, എന്നിട്ട് അവരെ കൊണ്ട് ബോംബുണ്ടാക്കാൻ പഠിപ്പിക്കണം. കുറെ എണ്ണത്തിന്റെ കൈപ്പത്തി പോകും, കുറെ എണ്ണത്തിന്റെ തല പോകും, കുറെ എണ്ണം ചത്തു വീഴും. മരണപ്പെട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങളുടെ ധീര രക്തസാക്ഷിയാണ് എന്ന് പറയും. പിന്നെ അതിന്റെ പേരിൽ വീണ്ടും ഫണ്ട് പിരിക്കും. ആ ഫണ്ട് ഉണ്ടാക്കി ബിൽഡിംഗ് ഉണ്ടാക്കും. ഇതിനപ്പുറത്ത് എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് CPM നടത്തിയത്? ഹസ്കറെ ചോദിക്കട്ടെ, മാഷാ അള്ള സ്റ്റിക്കർ ഓർമ്മയുണ്ടോ? TP ചന്ദ്രശേഖരന്റെ വടകരയിലെ വള്ളിക്കാട്ട് രാത്രി കൊലപ്പെടുത്തിയ ഇന്നോവ കാറിന്റെ പിറകിലൊട്ടിച്ച സ്റ്റിക്കറായിരുന്നു മാഷാ അള്ള. എങ്ങോട്ടാ പോയത്? അത് മുസ്ലിം തീവ്രവാദികളാണ് TPയെ കൊന്നത് എന്ന് തലതിരിച്ചു വിടണം. ഫസലിന്റെ കൊത്ത് RSSന്റെ പതാക ഇവിടെ ഇങ്ങനെയൊരു പോസ്റ്റ് ഷെയർ ചെയ്താൽ അത്
കെ ശൈലജയ്ക്ക് എതിരാവുകയില്ലേ എന്ന രീതിയിൽ നമ്മളെല്ലാം സംശയിച്ചു പോകുമല്ലോ. അതെന്തുകൊണ്ട് അപ്പോൾ CPM-ന് മനസ്സിലായില്ല എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. അത് മാത്രമല്ല കെ ശൈലജ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് കെ ലതിക ഈ പോസ്റ്റ് ഷെയർ ചെയ്തത് ശരിയായില്ല, അത് തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന്. അതിന് പറയുന്ന ന്യായീകരണം എന്നത് ഇന്ന് MV ഗോവിന്ദനും പറഞ്ഞു, കെ ലതികയെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വർഗീയ വിഷം വമിക്കുന്ന ഒരു പോസ്റ്റാണ്, അത് പൊതുസമൂഹം അറിയണം എന്നതുകൊണ്ടാണ് ഷെയർ ചെയ്തത് എന്നാണ് കെ ലതിക പറയുന്നത്. അത് MV ഗോവിന്ദൻ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഒരു ലീഗുകാരൻ, യൂത്ത് ലീഗുകാരനാണ് ഇത് പ്രചരിപ്പിച്ചത് എന്നാണ് ലതിക വിചാരിച്ചത്. ആ പോസ്റ്റ് ലതിക ഷെയർ ചെയ്യുകയായിരുന്നുവെന്ന്. പക്ഷേ ശൈലജ പറയുന്നത്, കെ ശൈലജ ടീച്ചർ പറയുന്നത് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ്. ശൈലജ ടീച്ചർ ഇന്നലെയാണ് ഇത് പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല. കെ ശൈലജ നേരത്തെ അസ്കർ പറഞ്ഞതുപോലെ ഗൗരിയമ്മയ്ക്ക് ശേഷം ഇതുപോലെ ഒരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ച ചോദ്യമുണ്ട്. ഞാൻ അസ്കർ സ്വയമാണ് ചോദിക്കേണ്ടത്. ഈ ഒരു നേതാവിനെ ഇങ്ങനെ കുരുതി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ? മട്ടന്നൂരിൽ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ച ആരോഗ്യമന്ത്രിയായ ആ നേതാവിനെ ഇങ്ങനെ കുരുതി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ? എന്തെല്ലാം ആ സ്ത്രീയെ പറഞ്ഞു പറ്റിച്ചു നിങ്ങൾ, ഈ പ്രസ്ഥാനം പറഞ്ഞു പറ്റിച്ചു? ഞങ്ങളത് ചോദിക്കുന്നത്. പിന്നെ മഞ്ജുഷ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം 57-ൽ സാക്ഷാൽ CH കടാരൻ മത്സരിക്കുന്ന സമയത്ത് അന്ന് വാട്സപ്പില്ല, അന്ന് സ്ക്രീൻഷോട്ട് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റ ഇല്ല, അന്ന് ബോർഡ് വെച്ചതാ. എന്താ പറയുക ബോർഡ്? കൊടുവാൾ തീയന് വോട്ടില്ല. കൊടുവാൾ തീയന് വോട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അവിടെയുള്ള തീയ ഈഴവ കമ്മ്യൂണിറ്റി കൺസോൾഡേറ്റ് ചെയ്ത് LDF-ന് വോട്ട് ചെയ്യുമെന്ന് ആരോ ഉപദേശിച്ചു കൊടുത്ത ഒരു ബുദ്ധി. CPM ഇത്ര വളർന്ന് വലുതായി AKG സെന്ററിനകത്ത് ഒരുപാട് കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ടെങ്കിലും ആ ബുദ്ധിക്ക് വലിയ വികാസമൊന്നും വന്നിട്ടില്ല. 57-ൽ നിന്ന് 2024 എത്തുമ്പോഴും അതേ ബുദ്ധി തന്നെയാണ്, അതേ കാഞ്ഞ ബുദ്ധി തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം. ഞങ്ങളുടെ പ്രയാസം അതല്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വടകരയിലെ കോട്ടപ്പറമ്പിൽ വലിയൊരു പൊതുസമ്മേളനം നടത്തിയിരുന്നു. റഹീം MP ആണ് പറഞ്ഞത്. അന്ന് അദ്ദേഹം പറഞ്ഞത് വർഗീയതയുടെ വിഷവിത്താണ് ഷാഫി എന്നായിരുന്നു. വർഗീയതയുടെ വിഷവിത്ത്. 2 തെരഞ്ഞെടുപ്പ് മുമ്പ് സാക്ഷാൽ AN ശംഷീർ 2000 ചില്ലാനും വോട്ടിന് മാത്രം പരാജയപ്പെട്ട വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അതേ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തപ്പോ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, പ്രതീക്ഷയുണ്ട്. വടകരയിലെ ജനത ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. വടകരയിലെ ജനതയ്ക്ക് ഈ CPM-ന്റെ രാഷ്ട്രീയമൊക്കെ കണ്ടുപഠിച്ചിട്ടുണ്ട്. സാക്ഷാൽ TP ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കി കൊന്ന സമയത്ത് അവർ പഠിച്ചിട്ടുണ്ട് CPM-ന്റെ രാഷ്ട്രീയത്തെ. ഞാൻ ഇന്നലെ വടകരയിലെ വോട്ടെണ്ണിയ ഒരു NGO യൂണിയന്റെ പ്രവർത്തകനെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങി തീരുന്നത് വരെ ശൈലജ ടീച്ചറുടെ ബോക്സിനകത്തേക്ക് ഒന്നുപോലും വരുന്നില്ല. NGO യൂണിയന്റെ പ്രവർത്തകർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള വടകര കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് ഉദ്യോഗസ്ഥരായ മാസാമാസം ശമ്പളം പറ്റുന്ന ലവി കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ഈ ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം CPM ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിച്ച ഈ വർഗീയ ബോംബ് അവരുടെ തന്നെ 6 അടി മണ്ണിൽ കുഴിച്ചുമൂടി അതിനു മുകളിൽ റീത്ത് വെക്കണമെന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന പറയുമ്പോഴും അദ്ദേഹം ഈ പോരാളി ഷാജിക്കെതിരെയും അമ്പാടിമുക്ക് സഖാക്കൾക്കെതിരെയും ഒക്കെ സംസാരിക്കുമ്പോഴും ഇതിപ്പോൾ ഇതേ ഗ്രൂപ്പുകളിൽ തന്നെ CPM-ന് എതിരായ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ആ രീതിയിൽ ന്യായീകരിക്കുവാൻ പറ്റുകയും ചെയ്യും. പക്ഷേ ഇതിൽ ഒരു കാര്യം ഈ പോലീസ് അന്വേഷണത്തോടെ വെളിപ്പെട്ടു, അത് ഇത്രയും താമസമെടുത്തു എന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ അഡ്മിന്മാർ ആരാണ് എന്നുള്ള കാര്യം, ആരാണ് പോരാളി ഷാജി, ആരാണ് അമ്പാടിമുക്ക് സഖാക്കൾ, ഇക്കാര്യം പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടാൻ ഈ ഒരു അന്വേഷണം കൊണ്ട് സാധിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് ഒരുപക്ഷെ അതൊരു പക്ഷേ ഇമ്മറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യം, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം നേരത്തെ ശ്രീ നിജേഷ് പറഞ്ഞതുപോലെ ഇതിൽ വലിയൊരു ഭാവന വികാസം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 1950-കളിൽ ഉണ്ടായിരുന്ന അതേ നമ്പർ തന്നെ 2000-ലും 2010-കളിൽ നമ്മൾ കണ്ടു. അത് തന്നെ 2020-കളിലും അവർ അവലംബിക്കുന്നു എന്ന് മാത്രമേ ഇതിനെപ്പറ്റി പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഇതൊക്കെ വളരെ എലമെൻ്ററി ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ഉടായ്പകളിൽ നിന്നൊക്കെ തന്നെ പാർട്ടിക്കാരാണെങ്കിലും പാർട്ടിയാണെങ്കിലും ഒക്കെ മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ലൈനുകളാണ്. ഒരുപക്ഷെ CPM-നെ പ്രതിനിധീകരിച്ചിട്ടല്ല എങ്കിൽ പോലും ശ്രീ ഹസ്കർ പോലും ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിഷ്കളങ്കമായിട്ട് തോന്നുമെങ്കിലും അത് അങ്ങനെയല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് റിബേഷ് എന്ന് പറയുന്ന ആൾ അന്വേഷണത്തിനോട് സഹകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ കൈമാറി എന്നാണ്. അങ്ങനെയൊന്നുമല്ല. അങ്ങനെയാണോ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരാളിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം അന്വേഷണവുമായിട്ട് സഹകരിച്ചില്ല എങ്കിൽ പോലും ആ ഫോൺ അവിടുന്ന് പിടിച്ചെടുക്കും? ഇതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ശ്രീ ഹസ്കർ എന്ന അഭിഭാഷകൻ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ
നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഇമ്പ്രഷനുണ്ട്, ഇവരൊക്കെ തന്നെ വളരെ സാധുക്കളായിട്ടുള്ള ആൾക്കാരാണ്, ഇവരെല്ലാം തന്നെ അന്വേഷണവുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരാണ്, ഇവരെല്ലാവരും പച്ചവെള്ളം ചവച്ച് മാത്രം ഇറക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെയുള്ള ഒരു ഇമ്പ്രഷൻ ആൾക്കാർക്ക് ഉണ്ടാകുന്നതിന് മാത്രമേ ഇതൊക്കെ തന്നെ ഉപകരിക്കുകയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഇത് ഇപ്പോൾ സപ്പോസ് ഈ റിബേഷ് എന്ന് പറയുന്ന ആളിലായിരുന്നില്ല, നേരെ മറിച്ച് ഒരു കോൺഗ്രസിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ MSFൻ്റെയോ ഒക്കെ തന്നെ ഒരു പ്രവർത്തകനിലായിരുന്നു ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. ഇവരൊക്കെ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അല്ല, മുഹമ്മദ് ഖാസിമിന്റെ പേരിലായതുകൊണ്ട് തന്നെ അതിനെ ഏത് രീതിയിലാണ് ഇവർ കണ്ടതെന്നും അറിയാവുന്നതാണല്ലോ. മുഹമ്മദ് ഖാസിമിനെതിരെയും UDF-നെതിരെയും യൂത്ത് ലീഗിനെതിരെയും ഒക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. വർഗീയ വിഷം വമിപ്പിക്കുന്ന ആളുകളാണ് ഇവരെന്ന രീതിയിലുള്ള പ്രചാരണം നടത്തുകയും ചെയ്തു അവിടെ ഇതേ പോസ്റ്റ് വെച്ചുകൊണ്ട്. അതെ, അത് ഒരു ആരോപണമായിട്ട്, അവരുടെ സ്വന്തം നിലയ്ക്കുള്ള ഒരു ആരോപണമായിട്ട് പോലും അതിനെ വർദ്ധിത വീര്യത്തോടു കൂടി ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാവരും തന്നെ നേരിട്ട് മാധ്യമങ്ങളെ കാണുന്ന സമയത്താണെങ്കിലും അവരുടെ പ്രസ്താവനയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ തന്നെ അവരതിന് ശ്രമിച്ചു. ഇനി പോലീസിന്റെ അന്വേഷണത്തിൽ കൂടി ഇതായിരുന്നു വെളിപ്പെടുന്നത് എങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ ഇവരെല്ലാവരും തന്നെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് ഈ ആൾക്കാരുടെയൊക്കെ പ്രസ്താവന ഏത് സമയത്താണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ശ്രീമതി KK ശൈലജയുടെ പ്രസ്താവന KK ലതികയുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ പറഞ്ഞത് ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷമാണോ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഈ രീതിയിലത്തേക്കുള്ള ഒരു ഞാനിതിനെ ഓണപ്പ് ചെയ്യുന്നില്ല എന്ന രീതിയിലത്തേക്കും ഇത് തെറ്റായി പോയി എന്ന രീതിയിലത്തേക്കുള്ള വളരെ സോഫ്റ്റ് ആണെങ്കിലും ഒരു കുറ്റപ്പെടുത്തൽ എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യം ഇത്ര വൈകിയാണോ വരുന്നത് എന്നുള്ളത് ഒരു കാര്യം. കാരണം അങ്ങനെയാണെങ്കിൽ ഇവരുടെയൊക്കെ സാമൂഹ്യ ബോധം എന്താണ്, സാമൂഹ്യ ബോധം പ്രവർത്തിക്കുന്നതിന് ഇത്ര ദിവസം വൈകി മാത്രമേ അത് പ്രവർത്തിക്കൂ എന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട്, നമ്മൾ കുറച്ചൊന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കുക. ഒരു വ്യക്തി എന്ന നിലയിൽ പൗരസ്വാതന്ത്ര്യം അനുസരിച്ചിട്ട് ഒരാൾക്ക് രഹസ്യമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്താനുള്ള എല്ലാ അവകാശങ്ങളും വിനിയോഗിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി പോയി ഒരു 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം പുറത്ത് കാത്തിരുന്ന മാധ്യമങ്ങളോട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്ന ഒരു നേതാവിനെതിരെ LDF-നോടൊപ്പമുള്ള ഒരാൾക്കെതിരെ ഞാൻ അവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം പറയുകയും ചെയ്തതിൻ്റെ പേരിൽ കലാപാഹ്വാനത്തിന് കേസെടുത്തിട്ടുണ്ട് നമ്മുടെ പോലീസ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൽ കലാപാഹ്വാനമില്ലേ? ഇതിൽ കാഫിർ എന്ന രീതിയിലത്തേക്ക് പറയുകയും ഇവിടെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനും ഇരുവിഭാഗത്തിലുള്ള ആൾക്കാർ തമ്മിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നതിനും അത് രാഷ്ട്രീയമായിട്ട് അത് എസ്കലേറ്റ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന, അതിനെ ഷെയർ ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഇതിൽ ഉത്തരവാദിത്തമില്ലേ? ഇപ്പോൾ പലപ്പോഴും പല വിഷയങ്ങളും തെറ്റായിട്ടുള്ള ഇൻഫർമേഷനും ഒക്കെ തന്നെ വരുന്ന സമയത്ത് സർക്കാർ തന്നെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പല ഇപ്പോൾ പോലീസ് ആണെങ്കിലും മറ്റങ്ങനെയുള്ള വിങ്ങുകളൊക്കെ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിക്കഴിഞ്ഞാൽ വളരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കും. ഇന്ന് അതിനെ ചോദ്യം ചെയ്യുന്നത് ആരാണ്? പോസ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ പ്രതിയാകുമോ എന്നൊക്കെ ചോദിക്കുന്നത് ഇന്ന് സഖാക്കളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതായത് തങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഏതൊരു കാര്യത്തിനും ഈ സംവിധാനത്തിനെ എല്ലാം ഉപയോഗിക്കാം, അല്ലാത്ത സമയത്തെല്ലാം ഇതിൽ കലാപാഹ്വാനമില്ല, ഞങ്ങളിവിടെ വെറുതെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് മാത്രമേ ഉള്ളൂ ശ്രീ മഞ്ജുഷ് ഇവിടെ മറുപടി കിട്ടാത്തതും ഇതിന് മാത്രമേ നമുക്ക് മറുപടിയും ആവശ്യമുള്ളൂ. ഈ പറയുന്ന റിബേഷ് എന്ന് പറയുന്ന ഒരാളിലേക്ക് ഈ അന്വേഷണം എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നതിനെപ്പറ്റി അദ്ദേഹം എന്തുകൊണ്ട് ഉത്തരം പറയാൻ മടിക്കുന്നു? എന്തുകൊണ്ടാണ് ഇതിൽ വളരെ ധാർമ്മികത മുൻനിർത്തിക്കൊണ്ട് ആദ്യം തന്നെ ചോദ്യം ചോദിച്ചിരിക്കുന്ന CPM എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അവരുടെ തന്നെ പാർട്ടി അംഗമായിട്ടുള്ള അച്ചടക്കമുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകനായിരിക്കുന്ന ഭാരവാഹിയായിരിക്കുന്ന ഒരാളിൽ നിന്ന് ഈ വിവരം ശേഖരിക്കാത്തത് എന്തേ? അത് ഹസ്കർ അതിന് മറുപടി നൽകിയത് ഇങ്ങനെയാണ്. അതെനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഹസ്കർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അത് DYFI റിബേഷിനോട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, DYFI റിബേഷ് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ഒപ്പം നിൽക്കുകയില്ല റിബേഷിൻ്റെതാണെന്ന്. ഇപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഒന്നുകിൽ റിബേഷ് ഇത് തയ്യാറാക്കിയ ആളല്ല, അല്ലെങ്കിൽ റിബേഷ് ഇത് തയ്യാറാക്കിയ ആളാണ്. ഇതിൽ രണ്ടിലൊന്നും പറയാമല്ലോ, അതൊന്നും പറയുന്നുമില്ല. അതല്ലെങ്കിൽ ഈ ഇത് തയ്യാറാക്കിയ ആളിനെ പറ്റി അദ്ദേഹത്തിന് അറിവുണ്ടാകും, അത് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അതിന്റെ മുകളിൽ മറ്റൊരാൾ കൂടിയുണ്ട്. അതെ, അപ്പോൾ ആ മൂന്നാമത്തെ പോസിബിലിറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഇവർ ഈ ആരോപിക്കുന്നത് പോലെ MSF-ൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CPM ഇതരമായിട്ടുള്ള മറ്റൊരു സംഘടനയുടെ അല്ലെങ്കിൽ മറ്റൊരു ഗൂഢസംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സൃഷ്ടിയായിരുന്നു എന്ന പൂർണ്ണ ബോധ്യം ഇവർക്കുണ്ടെങ്കിൽ എന്തിനാണ് ഇവരിത് മറച്ചു വെക്കുന്നത്? എന്തിനാണ് ഇതിനെപ്പറ്റി ഇവർ പറയാത്തത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് വരെ ആരോപണം ഉന്നയിക്കാം, പക്ഷേ പാർട്ടിയുടെ ഒരു താഴെ ഘട്ടത്തിലുള്ള ഒരു നേതാവിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല, അയാളോട് ചോദിക്കാനായിട്ട് CPM-ന് സാധിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാലം DYFI-ക്കാരും SFI-ക്കാരും മാത്രമാണോ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നടന്നിരുന്നത്? ഇത് ഉന്നയിച്ചുകൊണ്ട് നടന്നിരുന്നത് അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമതി ശൈലജ അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ഗോവിന്ദൻ തുടങ്ങിയ ആൾക്കാരാണ്.
അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനി ഡിവൈഎഫ്ഐ പോയി അന്വേഷിക്കട്ടെ, അതിനുശേഷം ഡിവൈഎഫ്ഐ നടപടിയെടുക്കട്ടെ എന്ന രീതിയിലത്തേക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ശുദ്ധമായിട്ടുള്ള ഇരട്ടത്താപ്പാണ്. ഇവരൊരു പക്ഷേ പ്രതീക്ഷിച്ച് കാണില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ഇത് വളരെ വലിയ രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു വിഷയമായി മാറും എന്ന ഒരു ചിന്ത ഒരു പക്ഷേ ഇവർക്ക് ഉണ്ടായി കാണില്ല എന്നത് മാത്രമാണ് ഈ ഒരു അത് മുഹമ്മദ് ഖാസിം അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന് പോയത് കൊണ്ട് ഇത് സംഭവിച്ചു. അതല്ല എങ്കിൽ അത് അല്ലേ ഖാസിം തന്നെ പറയുകയാണ് എൻ്റെ ഫോൺ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചങ്കൂറ്റത്തോടു കൂടി പോവുകയാണ്, ഞാനിതിൽ കുറ്റക്കാരനല്ല എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട്. അതല്ലേ ഇക്കാര്യത്തിൽ CPM-നെ വിട്ടിലാക്കിയത്? തീർച്ചയായിട്ടും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പക്ഷേ ഇൻ ഹൈൻസൈറ്റ് CPM ചെയ്യേണ്ടിയിരുന്നത് ഒരു വ്യക്തിയെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഇത് ഉണ്ടായത് എന്ന രീതിയിലേക്കുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് പകരം ഇതൊരു നാഥനില്ലാത്ത ആരോപണമായിട്ട് അവിടെ വെച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. കാരണം അപ്പോൾ അത് ആരും ഏറ്റുപിടിക്കേണ്ടുന്ന കാര്യം ഉണ്ടാകുമായിരുന്നില്ല. ഇത് പക്ഷേ ഒരു വ്യക്തിയെ അങ്ങനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് നോക്കി അദ്ദേഹം നിരപരാധിയാണെന്നുള്ള പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് ഉചിതമായിട്ടുള്ള നിയമ നടപടികൾ എന്താണോ അതുമായി മുന്നോട്ട് പോകുന്നതിനും അതുമായി സഹകരിക്കുന്നതിനും, അതായത് അതാണ് സഹകരിക്കുക എന്ന് പറയുന്നത്. എൻ്റെ ഫോൺ എടുത്ത് നോക്കൂ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിടിച്ചുകൊണ്ട് പൊക്കോളൂ എന്നൊരാൾ പറയുകയാണ് എങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് അയാളെ എത്തിച്ചത് CPM-ആണ്. CPM-ന്റെ ദുരാരോപണം ാണ് എന്നത് വ്യക്തമാണ്. അപ്പോൾ വിതച്ചത് കൊയ്യും എന്ന് പറയുന്നത് മാത്രം. ഒരു കാര്യം കൂടിയുണ്ട്, ഇതൊരു തെരഞ്ഞെടുപ്പ് കേസായി പോലും വരേണ്ട ഒന്നായിരുന്നു. കാരണം ഇങ്ങനെ ഈ വർഗീയ വിഷം പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ട് നേടുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമായി വരുന്നതാണല്ലോ. കോടതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു വിഷയമാണിത്. അത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തെയാണ് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ CPM കൈ കഴുകുന്നത്. അഡ്വക്കേറ്റ് BN ഹസ്കർ. മഞ്ജുഷ, ഇതില് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ നിങ്ങൾ കരുതുന്നത് പോലെ ഇടതുപക്ഷ ഹാൻഡിലുകൾ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന നിരവധി സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകളുണ്ട്. ഇതെല്ലാം CPM സ്പോൺസർ ചെയ്യുന്നതോ CPM-ന്റേതായിട്ടുള്ളതോ ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന വ്യാജ വാർത്തകളെ CPM-ന്റെ തലയിൽ കെട്ടിവെക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നത്. സാമൂഹ്യ മാധ്യമ ഇടപെടലുകളിൽ CPM-ന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. പക്ഷെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി CPM എന്ന പേരിൽ തന്നെയാണ് ആ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പ്രവർത്തിക്കാറുള്ളത്. ആ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ CPM എന്ന പേരിൽ പ്രവർത്തിക്കുകയും അത് പ്രചരിപ്പിക്കുന്നുള്ള ആർജവം ആ ഘടകങ്ങൾക്കുണ്ട്. പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ പാർട്ടിയുടെ സംസ്ഥാന തലം വരെ അത്തരം സംവിധാനമുണ്ട്, അതിന് ചുമതലക്കാരുണ്ട്. വളരെ കൃത്യമായ രീതിയിൽ അത് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു, സുദീർഘമായ രീതിയിൽ നിർവഹിക്കുന്നു എന്ന് ആണ് നാം കരുതേണ്ടത്. പലപ്പോഴും വിവിധ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾ ആ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾ ഇടതുപക്ഷത്തിൻ്റെതാണ് എന്ന തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും പടച്ചുവിട്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് പോരാളി ഷാജി എന്ന് സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ പേരെടുത്തുകൊണ്ട് തന്നെ ആ പേജിനെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ അത്തരം സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾ നടത്തുന്ന പ്രവൃത്തികൾ CPM-ന്റെ തലയിൽ കെട്ടിവെക്കണ്ട, അത് CPM-ന്റേതായിട്ടുള്ളതല്ല. ഒന്ന്. രണ്ട്, നാം ഇപ്പോഴും ചർച്ച ചെയ്യാതിരിക്കുന്നത് ശൈലജ ടീച്ചറെ സംബന്ധിച്ച് ശൈലജ ടീച്ചറുടെ ഫോൺ ചിത്രമടക്കം പ്രചരിപ്പിച്ച ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. ആ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷാഫി പറമ്പലിനു വേണ്ടി കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതായി നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം പേജുകൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശൈലജ ടീച്ചറെയും ആക്ഷേപിക്കുന്നതിനും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും വേണ്ടി UDF പ്രചരണം നടത്തിയിട്ടുണ്ട്. ഞാൻ ശൈലജ ടീച്ചർ പോലും ആ രീതിയിലുള്ള ഒരു പരാതി കൊടുത്തിട്ടില്ല അഡ്വക്കേറ്റ് BN ഹസ്കർ. അത് മാത്രമല്ല, അവർ വാർത്താ സമ്മേളനത്തിൽ അന്ന് പറഞ്ഞപ്പോഴും താങ്കൾ ഈ പറഞ്ഞതുപോലെയുള്ള ആരോപണം അവർ ഉന്നയിച്ചിട്ടില്ല. ഇതിൽ നിയമ പോരാട്ടം നടത്താമായിരുന്നുവല്ലോ ഇവർക്കൊക്കെ, അതിനാരും ഒരു തടസ്സവും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ആരോപണം CPM-ന്റെ നേതാക്കൾ പല രീതിയിലെന്ന് പറയുന്നുണ്ടായിരുന്നു. ടീച്ചർ പക്ഷേ ഇതിനോട് യോജിച്ചിട്ടില്ലായിരുന്നു, അവർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുമില്ല. മഞ്ജുഷ്, CPM-ന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്ക് പ്രത്യേക ഘടനയുണ്ട്. ഇപ്പോൾ പാർട്ടി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നേരിടുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാണ് ഇത്തരം കാര്യങ്ങളുടെ ചുമതല. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സ്ഥാനാർത്ഥിക്ക് അതിൽ ഒരു പ്രത്യേകതയുമില്ല. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്, അത് അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇതിൽ മുഹമ്മദ് ഖാസിം ഹൈക്കോടതിയിൽ പോയി ത്വരിത വേഗതയിൽ അതിലൊരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്നതുകൊണ്ട്
ഇപ്പോ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനിലേക്ക് ആ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട് ഹസ്കർ. അന്ന് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ അത് വസ്തുതകൾ ഉള്ളതായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ നിയമ പോരാട്ടങ്ങൾക്കും വേഗത കൂടുമായിരുന്നു. അതിന് ഉദാഹരണമാണ് ഈ യൂത്ത് ലീഗിന്റെ ഈ നേതാവ് നടത്തിയ നിയമ പോരാട്ടം. അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു എനിക്കെതിരെയുള്ള കള്ള ആരോപണമാണ് ഇത്, ഞാനല്ല ഈ വർഗീയ വിഷം സമൂഹത്തിലേക്ക് കുത്തിവെച്ചത് എന്നുള്ള കാര്യം. അതുകൊണ്ട് അദ്ദേഹം ധൈര്യമായിട്ട് പോയി ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറായിരുന്നു. അങ്ങനെ ഒന്നൊന്നും ഈ ഷാഫി പറമ്പലിനെതിരെ ഉയർന്ന ആരോപണങ്ങളുണ്ടല്ലോ, അതിൻ്റെ നിയമ പോരാട്ട വശത്ത് CPM ഇല്ല. ആ രീതിയിലുള്ള നിയമ പോരാട്ടത്തിലുള്ള ആർജവം കാണിക്കുന്നില്ല. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞതോടുകൂടി, റിസൾട്ട് വന്നതോടുകൂടി അതെല്ലാം തീർന്നു. അല്ല, നിയമ പോരാട്ടങ്ങളുടേത് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. സ്വാഭാവികമായി അത് സംബന്ധിച്ച് പരാതി നൽകി നമുക്ക് അതിന്റെ വസ്തുതകളും അവിടെ ഉണ്ടായ സാഹചര്യങ്ങളും കൂടിയാണ് പരിശോധിക്കേണ്ടത്. സാഹചര്യങ്ങൾ എന്തായിരുന്നു? 17ഓളം വ്യാജമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ ഇടപെടലുകളും വിദ്വേഷ പ്രചരണങ്ങളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും വന്നിരിക്കുന്നു. അതിന് 17ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇത് 18ാമത്തെയാണ്. അതുകൊണ്ടാണ് KK ലതിക വളരെ സതുദ്ദേശത്തോടു കൂടി KK ലതിക ചെയ്തതിന് ഞാൻ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. കാരണം എനിക്ക് വ്യക്തിപരമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ കോൺഗ്രസിലെ ഒരു മതേതര മുഖമാണ് എന്ന കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ ഒരു വർഗീയവാദിയാണ് എന്ന അർത്ഥത്തിൽ ഒരു തരത്തിലും പ്രചരിപ്പിക്കുന്ന നിലപാടിനോട് ചേർന്ന് നിൽക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് തന്നെ KK ലതിക ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇടുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നൽകിയുന്ന ഒരു പോസ്റ്റാണെന്നും അത് 17ഓളം ഇതിനു മുമ്പ് വന്നിട്ടുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളുടെ തുടർന്ന് വന്ന 18ാമത്തെ സാഹചര്യമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്, അല്ലാതെ അതൊരു വിദ്വേഷ പ്രചരണത്തിന് വേണ്ടി KK ലതിക ഉപയോഗിച്ചതല്ല എന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് KK ലതികയ്ക്കെതിരെ നിങ്ങൾ ഈ കരുതുന്നത് പോലെ നടപടിയെടുക്കണമെന്ന് കരുതാത്തത്. മറിച്ച് ഇപ്പോൾ ഇവിടെ നടക്കുന്ന നാം വളരെ ഉത്തരവാദിത്വ ബോധത്തോട് ഇക്കാര്യത്തെ സമീപിക്കണം. സാമൂഹ്യ മാധ്യമ ഇടപെടലുകളിൽ സൈബർ ഇടങ്ങളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് പേര് പോലും വെളിപ്പെടുത്താതെ ഇത്തരം പ്രചരണം നടത്തുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് കണ്ടെത്തണം. അല്ലല്ല, അഡ്വക്കേറ്റ് BN ഖസ്ർ, അതിനൊരു തുടക്കമാകട്ടെ ഈ പോലീസ് റിപ്പോർട്ട്. പോലീസിന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഈ പറഞ്ഞതെല്ലാം അംഗീകരിച്ചാൽ പോലും ഇപ്പോൾ ഇതെല്ലാം CPMന്റെ പേരിൽ തുടങ്ങിയിരിക്കുന്നതും പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായ സൈബർ ഗ്രൂപ്പുകളാണ്. അതിന് പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറയുമ്പോഴും ഈ റെഡ് എൻകൗണ്ടറിൻ്റെ അഡ്മിൻ എന്ന് പറയുന്ന റിബീഷ് രാമകൃഷ്ണൻ, അദ്ദേഹം എന്തായാലും പാർട്ടിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആൾ തന്നെയാണല്ലോ, DYFIയുടെ ഭാരവാഹിയുമാണല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ഒറിജിൻ എവിടെയാണോ പോയി നിൽക്കുന്നത് അതിനെ തള്ളിപ്പറയുവാൻ കഴിയുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എത്രമാത്രം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇപ്പോൾ പോരാളി ഷാജി ഞങ്ങളുടേതല്ല, അമ്പാടി ബുക്ക് സഖാക്കൾ ഞങ്ങളുടേതല്ല, റെഡ് ബറ്റാലിയൻ ഞങ്ങളുടേതല്ല എന്നൊക്കെ പറയുമ്പോഴും റെഡ് എൻകൗണ്ടറിൻ്റെ കാര്യത്തിലെങ്കിലും അത് ഏറ്റെടുക്കേണ്ടി വരികയാണ്. അല്ല, റെഡ് എൻകൗണ്ടർ റിബേഷ് രാമകൃഷ്ണൻ അതിന്റെ അഡ്മിൻ ആണെന്നും അതിപ്പോ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഒടുവിൽ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായും റിബേഷ് രാമകൃഷ്ണനെ പോലുള്ള ഒരാൾ DYFIയുടെ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു പോകാനാവില്ല. പാർട്ടിയോട് ഉത്തരവാദിത്വമുണ്ട്. അല്ല, ആ ഒറ്റ കാര്യം മതി അഡ്വക്കേറ്റ് BN ഖസ്കർ. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയുന്നതിന് വേണ്ടി, അതിനുവേണ്ടി കൂടുതൽ ചിന്തിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആർക്കെതിരെയാണ് അത് ഉൽപ്പാദിപ്പിച്ചതെന്നും എന്തിനു വേണ്ടിയാണ് ഉൽപ്പാദിപ്പിച്ചതും എന്നും ഒക്കെ അവിടെ ക്ലിയർ ആണല്ലോ. അതിൽ പോരാളി ഷാജിമാരിലേക്കും അമ്പാടിമുക്ക് സഖാക്കളിലേക്കും ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഈ റെഡ് എൻകൗണ്ടറിൽ തന്നെ തുടങ്ങിയാൽ മതി. അങ്ങനെ നമുക്ക് അതിനെ ഒറ്റപ്പെട്ട വ്യത്യസ്തമായ ഒരു സംഭവഗതിയായി മാത്രം കാണുന്നത് കൊണ്ടാണ് നിങ്ങൾ മാധ്യമങ്ങൾക്ക് അതിനെപ്പറ്റി തോന്നുന്നത്. ഇതിനു മുമ്പുള്ള 17ഓളം കേസുകളുണ്ട്. അതെന്തായി അത് പറയാം. അതിൽ പോലീസ് റിപ്പോർട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. എന്തായി അതിനകത്ത് റിപ്പോർട്ടുകൾ? അല്ല, അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഈ സൈബർ ഇടങ്ങളിലെ പ്രശ്നങ്ങളിൽ IT ആക്ടിൽ ഉള്ള കേസുകളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പരിമിതികളുണ്ട് ഇക്കാര്യത്തിൽ. അല്ല, ഇവിടെ ഒരു പരിമിതിയും ഉണ്ടായില്ല. പോലീസിന് വേറെ രക്ഷയില്ലാത്തത് കൊണ്ട് ഇവിടം വരെയെങ്കിലും എത്തിച്ചിട്ടുണ്ട്. അങ്ങനല്ല, ഇതില് ശാസ്ത്രീയ പരിശോധന ഉണ്ടെങ്കിൽ മാത്രമേ, സയന്റിഫിക് എവിഡൻസ് ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിക്കുന്ന സൈബർ എക്സ്പെർട്ടിന്റെ റിപ്പോർട്ടുകൾക്ക് ശേഷം മാത്രമേ ഒരു കോടതി മുമ്പാകെ തെളിയിക്കാനാവൂ. അല്ലാത്ത പക്ഷം അത് മലീഷ്യസ് പ്രോസിക്യൂഷനിലേക്ക് അടക്കം പോകുന്നതിനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് പോലീസ് വളരെ അവധാനതയോടുകൂടി പെരുമാറുന്നു എന്ന് വേണം നാം കരുതാൻ. ശരി, താങ്കൾ ഇപ്പോഴും 17 കേസുകളിൽ നിൽക്കുകയാണ്. ശ്രീ നിജേഷ് അരവിന്ദ്, ആ 17 കേസുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
ഇപ്പോൾ 17 കേസുകളും UDFിൻ്റെ നേതാക്കൾക്കെതിരെയാണ്. അത് KK ശൈലജയ്ക്കെതിരെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ പടച്ചുവിട്ടതാണ്, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. അവരെ വ്യക്തിപരമായിട്ട് അവരെ ഇല്ലാതാക്കുവാനും അവരെ തേജോവധം ചെയ്യുന്നതിനുമുള്ള, സമൂഹത്തിന് മുന്നിൽ അപമാനിതയാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടത്തുന്ന രീതിയിലുള്ള സൈബർ പോരാളികളുടെ ഇടപെടലായിരുന്നു. അങ്ങനെയാണ് 17 കേസുകൾ വന്നിട്ടുള്ളത്. ഹസ്കർ പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, അതിലെന്ത് നടപടി ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ പോലീസിൽ നിന്ന്? അല്ല, ഈ 17 അവിടെ നിൽക്കട്ടെ. തൃക്കാക്കര ബൈ ഇലക്ഷൻ കഴിച്ചിട്ട് 2 വർഷമായില്ലേ? അന്ന് എടുത്ത യൂത്ത് ലീഗുകാരൻ്റെ കേസ് എവിടെ എത്തി? നിങ്ങൾ അതിന് മറുപടി പറ. അതന്വേഷിച്ചത് കേരള പോലീസല്ലേ? എന്താ കേരള പോലീസ് ഈ അദ്ദേഹം പറഞ്ഞ ടെക്നിക്കാലിറ്റി ഒന്നുമില്ലേ? ഇത് CPM പടച്ചുവിട്ട സാധനമാണ്. CPMന് ഇത് കൃത്യമായിട്ട് അറിയാം. ഇതിലൊന്നും വന്നിട്ടില്ലേ ശ്രീ നിജേഷ്? ഈ 17 കേസുകളിലും ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എന്താണ് താങ്കൾ അത് അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ, എന്തെങ്കിലും വന്നിട്ടുണ്ടോ പോലീസിൽ നിന്ന്? ഒരു കേസിൽ പോലും മഞ്ജുഷെ പോലീസിന് അനങ്ങിയിട്ടില്ല. കള്ളൻ കപ്പലിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. CPM പോലീസ് അന്വേഷണം നടത്തുമോ? നിങ്ങൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നുവല്ലോ. UDFിന്റെ നേതാക്കൾക്കെതിരെയുള്ള കേസാണ് പറഞ്ഞത്. UDFിന്റെ നേതാക്കൾക്കെതിരെയുള്ള കേസാണ്. അന്ന് മഞ്ജുഷ ആ കേസ് പത്രത്തിൽ വരണം. ഞങ്ങൾ UDFിനെതിരെ കേസെടുത്തു. അതിനപ്പുറത്തേക്ക് CPM ആഗ്രഹിക്കുന്നില്ല. ഒരു കേസിന് തെളിവ് വേണ്ടേ? കേസിന് എന്തെങ്കിലും ഒരു സാങ്കത്യം വേണ്ടേ? ഒന്നുമില്ല. ഇനിയിപ്പോ മഞ്ജുഷെ, നമ്മളിപ്പോ പറയേണ്ടത്, ഇന്നലെ DYFIയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ പ്രസ്താവന, ഈ പറഞ്ഞ ജുബേഷിന്റെ പ്രസ്താവന നിങ്ങൾ കേട്ടില്ലേ? മാനനഷ്ട കേസ് കൊടുക്കും, ഞങ്ങൾ ചേർത്ത് പിടിക്കും. അസ്കർ എന്തായാലും തള്ളി പറയാൻ തയ്യാറായല്ലോ, വലിയ സന്തോഷം. അസ്കറിന്റെ ഒരു കമന്റ് കൂടി. റിബേഷ്, ഓക്കെ, വാട്ടവർ. ഈ അസ്കർ പറഞ്ഞൊരു കാര്യം, ഷാഫി മതേതര കക്ഷിയാണെന്നും മതേതരത്വത്തിന്റെ വക്താവാണെന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷമുണ്ട്. പറ്റിയാൽ ആ റഹീമിനെയും വസീഫിനെയും ഒക്കെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുക്കണം. എന്റെ അഭിപ്രായം ഇതാണ്, അദ്ദേഹം വർഗീയ വിഷമല്ല എന്ന്. എന്റെ മഞ്ജുഷെ, കൂത്തുപറമ്പിൽ ബോംബ് പൊട്ടി 2 DYFIക്കാർ മരണപ്പെട്ട് 4 ആശുപത്രി കിടക്കുമ്പോൾ ഇതേ MP ഗോവിന്ദൻ അന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ വാക്കുണ്ട്, DYFI CPMന്റെ പോഷക സംഘടനയല്ല, ഞങ്ങൾക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ഇത് തന്നെയാണ് നാളെ ആവർത്തിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ. പോരാളി ഷാജിയെ അന്ന് തന്നെ MP ജയരാജൻ തള്ളി പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട് എന്തോ ഒന്ന് വളഞ്ഞു വരുന്നുണ്ട് എന്ന്. പക്ഷെ ഇത് ഒരു ഘട്ടത്തിലും ഇങ്ങനെ പോലീസ് അന്വേഷണം നടത്തി നിരന്തരമായി ഹൈക്കോടതി ഇടപെട്ട് ഈ ഫോണ് പിടിച്ചെടുക്കുന്നത് വരെ. എന്തിനാ ഫോൺ പിടിച്ചെടുത്തത്? ഈ ജുബേഷ് എന്ന DYFIയുടെ വടകര ബ്ലോക്ക് സെക്രട്ടറി TP ചന്ദ്രശേഖരന്റെ പോലെയുള്ള ആളുകൾ ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന ഈ അധ്യാപകൻ എന്ന പേരുള്ള മനുഷ്യന് ആർജവമുണ്ടെങ്കിൽ ഈ ഫോൺ പിടിച്ചെടുക്കണ്ടല്ലോ. പറഞ്ഞ പോരെ എനിക്ക് ഇന്നയാളാണ് അയച്ചു തന്നത്, ഞാൻ അതാണ് ചെയ്തത്. ഇത് പറയാൻ എന്താ ബുദ്ധിമുട്ട്? ഇത് പറയാൻ ആ ബുദ്ധിമുട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇത് അയച്ചു കൊടുത്ത ആളെ പറഞ്ഞാൽ ജുബേഷ് അറിയാമെന്ന് വടകരയിലെ വള്ളിക്കാട്ട് മരിച്ചു വീണ TPയുടെ ഗതി ഉണ്ടാകും എന്ന് ആ ചെറുപ്പക്കാരനറിയാം. AMLP സ്കൂളിലെ പണിയൊക്കെ ആയിട്ട് സ്വസ്ഥമായി ജീവിച്ചു പോകുന്ന ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു സ്വാതന്ത്ര്യവും ജനാധിപത്യവും സിന്ദാബാദ് വിളിക്കുന്നു. അവൻ കാരിയറാണ്. അവൻ MDMA കടത്തുന്ന കാരിയറെ പോലെ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് സ്വർണം പല ഭാഗത്തും കൊണ്ടുവരുന്ന കാരിയറെ പോലെയുള്ള ഒരു ചങ്ങാതി മാത്രമാണ് ഈ DYFI ബ്ലോക്ക് സെക്രട്ടറി. അതിന്റെ ഉത്ഭവ സ്ഥാനമുണ്ട്. ആ ഉത്ഭവ സ്ഥാനത്തിലേക്ക് എത്തില്ല എന്ന ഉറപ്പ്, അതിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ് CPM നടത്തുന്നത്. അവിടെയാണ് യൂത്ത് ലീഗും കാസിമും പറഞ്ഞത്, ഏതറ്റം വരെ പോയാലും ശരി ഞങ്ങൾ ഇതിന്റെ തുടക്കത്തിലേക്ക് എത്തിക്കും. ഇപ്പൊ ഫേസ്ബുക്കിന്റെ മെറ്റയെ പ്രതിയാക്കിയിട്ട് ഈ ചെറുപ്പ എൻകൗണ്ടറുകാരനെയും ഒരു കാര്യം കൂടി, ഈ പറയുന്ന 4 പേരും സാക്ഷികളാണ്. പോരാളി ഷാജിയുടെ അഡ്മിൻ സാക്ഷിയാണ്, ഈ അമ്പാടിമുക്ക് സഖാക്കളുടെ അഡ്മിൻ സാക്ഷിയാണ്, റെഡ് എൻകൗണ്ടറിൻ്റെയും റെഡ് ബറ്റാലിയൻ്റെയും അഡ്മിന്മാർ സാക്ഷികളാണ്. പക്ഷെ പ്രതിയായത് ആരാണ്? മെറ്റയാണ്. പിന്നെ ഈ പറയുന്ന ഖാസിമാണ് വാദിയായ. മഞ്ജുഷ, ഒരു കേസന്വേഷണത്തിൽ സൈബർ ക്രൈമിനെ സംബന്ധിച്ച് കേസന്വേഷണത്തിന്റെ പ്രാഥമിക പാഠം പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഒരു സൈബർ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരു വസ്തുതയെ നമ്മൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രചരിപ്പിക്കുന്ന എല്ലാ ആളുകളും പ്രതിയാവും, ഒരു സംശയമില്ല. പക്ഷെ അതിനു മുമ്പ് അതിന് ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കോടതിയിൽ അത് ബോധ്യമാവും. പക്ഷെ പ്രതിയാക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, അല്ലല്ല, എത്ര പേര്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും അതാണ്, ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ എത്രയോ ആളുകളെ പ്രതിയാക്കിയിട്ടുണ്ട്, വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്.
ഇതെല്ലാം നമ്മൾ കാണുന്നതാണല്ലോ. അതെല്ലാം കോടതിയിൽ ശാസ്ത്രീയമായിട്ട് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണോ പോലീസ് ചെയ്തുകൊണ്ടിരുന്നത്? എവിടെ നിന്നോ കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഇതും അതുപോലെ നിർദ്ദേശം കിട്ടിയത് കൊണ്ടല്ലേ ഇവരെ എല്ലാവരെയും സാക്ഷികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് പോലീസ്? പ്രതിവർഗത്തിൽ എണ്ണം കൂട്ടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അപ്പോൾ 17 കേസിലും പ്രതികളുണ്ട്. ആ 17 കേസിലും പ്രതികളുണ്ട്. ഈ ഒരു കേസിൽ പ്രതി ഈ വാദിയായ ആളാണ്. ആ പ്രതികളെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. അവരെ പൊതു സമൂഹത്തിന് മുമ്പാകെ പിടിച്ച് തുണിയുരിഞ്ഞു നിർത്തണം എന്നുള്ളതാണ്. അത് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായി നാം മുന്നോട്ട് പോകും. ഒരു സംശയമുണ്ട് ഇക്കാര്യത്തിൽ. അവരെ ആരെയും ചേർത്തു പഠിക്കുന്നത് ഇടതുപക്ഷ ബോധത്തിന് ചേർന്നതല്ല. ഇടതുപക്ഷം വ്യതിയാനത്തിലേക്ക് പോകുന്നതിന്റെ സാഹചര്യം ഇത്തരം ആളുകളെ ചേർത്തു പിടിക്കുന്നതാണെന്ന ബോധ്യം ഇടതുപക്ഷ പ്രവർത്തകർക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട്. CPM-ന്റെ വിശേഷാലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കുന്നത് പോലെ വരും ദിവസങ്ങളിൽ ഇതു സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു കാര്യം, വളരെ കൃത്യമായ അന്വേഷണ പുരോഗതി, ആ റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിൽ 27-ാം തീയതി വരെ ഒന്ന് കാത്തിരിക്കും. ആരാണിത് ഉൽപ്പാദിപ്പിച്ചതെന്നും ഇപ്പോൾ നിങ്ങൾ കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അല്ലല്ലോ, കൊലവിളി എന്നൊന്നും പറയരുതേ അഡ്വക്കേറ്റ് BN ഹസ്കർ. ആര് കൊലവിളി നടത്തുന്നു എന്നാണ്? അങ്ങനല്ല, നിങ്ങൾ റിവേഷ് രാമകൃഷ്ണന്റെ ചോരയ്ക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ചോരദാഹം പോലെ ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്ന ഒരു വാർത്തകൾ കൂടിയുണ്ടെന്നേ. 27-ാം തീയതി അന്വേഷണത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് ആരിത് പടച്ചുണ്ടാക്കി എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുണ്ടാവും. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിഗമനങ്ങളിലേക്ക് എത്താം. അതിനു മുമ്പ് നാം നിഗമനങ്ങളിലേക്ക് ഭാവനയ വിലാസത്തിൽ നാം ചർച്ച ചെയ്യാനേ പാടില്ല എന്ന എളിയ ഒരു അപേക്ഷ മാത്രമാണ് ഇക്കാര്യത്തിൽ എനിക്ക്. അല്ല, ഈ റിബേഷ് രാമകൃഷ്ണന്റെ കാര്യത്തിൽ താങ്കൾ ഇപ്പോഴും എന്താണ് ഇത്രമാത്രം ആത്മവിശ്വാസം പറയുന്നത്? ഈ റിബേഷ് രാമകൃഷ്ണൻ എന്ന വ്യക്തിക്ക് ഇത് എവിടെ നിന്നും അയച്ചു കിട്ടിയതാണ്, അത് UDF കേന്ദ്രങ്ങൾ ചമച്ചതാണ് എന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ റിബേഷിന് അത് പോലീസിനോട് തുറന്നു പറയാവുന്നതല്ലേ ഉള്ളൂ. അല്ല, അതിപ്പോ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിനുള്ള സമയമായിട്ടില്ല. എനിക്ക് ഈ റിബേഷ് രാമകൃഷ്ണനെ എനിക്ക് നേരിട്ട് പരിചയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വസ്തുതയിലേക്കല്ല വരുന്നത്. പക്ഷെ DYFIയുടെ പ്രസ്താവന എന്തുകൊണ്ട് വന്നു എന്നുള്ളിടത്താണ് അത് സംബന്ധിച്ചുള്ള എൻ്റെ സംശയങ്ങൾ നിലനിൽക്കുന്നത്. ശരി, ശ്രീ നിജേഷ്, അത് ആത്മവിശ്വാസത്തോടു കൂടിയുള്ള വാക്കുകൾ DYFIയിൽ നിന്ന് വന്നു. അത് ഹസ്കർ അത് കടമെടുക്കുകയാണ്. അല്ല, ഹസ്കർ ഇങ്ങോട്ട് വരുമ്പോൾ വിളിച്ചു ചോദിച്ചാൽ പോരെ എന്താ വിഷയം, ആരാ അയച്ചത്, പറയും ഷാഫി പറമ്പിൽ അയച്ചത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചത്, അത് നേരെ പറഞ്ഞാൽ പോരെ. ഇത് നിഗമനം, ഇതെന്താ നമ്മൾ മറ്റേ ഷിരൂരിൽ കാണാതായ ലോറിയുടെ അംശം കണ്ടെത്തുന്നത് പോലെ നിഗമനങ്ങൾ. ഇതിൽ പ്രത്യേകിച്ച് നിഗമനമൊന്നും വേണ്ട. മഞ്ജുഷെ ഇത് വിളിക്കുന്നു, ഞാൻ മഞ്ജുഷ് ഒരു മെസ്സേജ് അയക്കുന്നു, അത് മഞ്ജുഷ് ആരോട് പറയാം അത് നിജേഷ് അയച്ചതാണെന്ന്. എന്നോട് ചോദിച്ചാൽ പറയും ഞാൻ ഇന്നയാൾ അയച്ചതാണ്, എനിക്ക് പറയും ശ്രീത് പണിക്കർ അയച്ചതാണ്, ശ്രീത് പണിക്കർ പറയും അത് ഹസ്കർ അയച്ചതാണ്. ഇതെന്താ, ഇതിന് പ്രത്യേകിച്ച് നിഗമനം വേണോ? ഇയാളെന്താ ബുദ്ധിയുള്ള മനുഷ്യനല്ലേ? ഇയാളൊരു അധ്യാപകനല്ലേ? ഇയാൾക്ക് അറിയില്ല ആരാ എനിക്ക് അയച്ചതെന്ന്? അതിനത്ര വലിയ മനുഷ്യനാണോ? അത് പറയാൻ സത്യസന്ധത വേണം. ആ സത്യസന്ധത സൽക്കാലം DYFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇല്ല. ആ DYFIയുടെ ഒരാൾക്കും ഇല്ല. ഇതൊരു വർഗീയ കലാപം വടകരയിൽ ഉണ്ടാക്കണം, അതിന് ഷാഫിയെ വർഗീയ വിഷമാക്കണം. ഷാഫി ഒരു ഐക്കൺ മുന്നോട്ട് വെച്ചാൽ അത് മാത്രമല്ല ലക്ഷ്യം. ഞങ്ങൾക്കറിയാം പാലക്കാട് ബൈ ഇലക്ഷനിൽ BJPയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുമ്പോൾ ഷാഫി ഇപ്പുറത്തിന് മുസ്ലിം വർഗീയവാദി എന്ന വലിയ പ്രചരണം നടത്തി കൊണ്ടുവന്നാൽ അത് എന്തെങ്കിലും 4 വോട്ട് പാലക്കാട്ട് കിട്ടുമോ അതൊരു അന്വേഷണം കൂടിയായിരുന്നു നടത്തി നോക്കിയത്. അതെല്ലാം പൊളിഞ്ഞു പാളീസായി. ഞങ്ങളിപ്പോ പറയുന്നത് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ സമൂഹത്തിൽ കലാപ ആഹ്വാനമാണ് നടത്തിയത്. UAPA ചുമത്താൻ ആവശ്യമായ നടപടികളാണ്. ആ നടപടികൾ എടുക്കണം. സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച DYFIക്കെതിരെ, DYFI നേതാക്കൾക്കെതിരെ കേസെടുത്ത് അവരെ ജയിലിലടയ്ക്കണം. അതുവരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അതിനിടയ്ക്ക് ഞങ്ങൾ തള്ളി പറഞ്ഞതുകൊണ്ടോ ഞങ്ങൾ ഇവരായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല. ഇനി KK ശൈലജ അത്ര വലിയ മഹത് വ്യക്തിയാണെങ്കിൽ പ്രിയപ്പെട്ട ഹസ്കറെ ഇപ്പൊ തന്നെ അല്ലെ കഞ്ചാവുകാരെയും UAPAയിൽപ്പെട്ട ആളുകളെയൊക്കെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവന്ന് പേരുദോഷം വരുത്തിയിരിക്കുന്ന മന്ത്രി അങ്ങോട്ട് മാറ്റിയിട്ട് അദ്ദേഹത്തെ എവിടെ സ്ഥാനം കൊടുക്കുന്നത്? നിങ്ങൾക്ക് എത്ര KR ഗൗരിയമ്മയ്ക്ക് ശേഷമുള്ള ഇത്രയും വലിയ ഒരാളുണ്ടെങ്കിൽ എന്തിനാ അവരെ പുറത്തിരുത്തിയത്? ഈ മന്ത്രിസഭയ്ക്കകത്തേക്കെങ്കിലും എടുക്ക്. അതല്ലേ ചെയ്യണം. നിങ്ങൾ തന്നെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ മന്ത്രിസഭയിൽ കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിലേക്ക് ഒരു എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് അവരെങ്കിൽ അവരെ കൊണ്ടുപോവാ. അല്ലാതെ വടകര പോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവരെ ബലിയാടാക്കിയതല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത്. ഈ ആക്ഷേപം മുഴുവൻ അവരെ പേരിൽ ഉന്നയിച്ച് ഇനി നാളെ ഒരു തെരഞ്ഞെടുപ്പിന് പോകാൻ അവരെ പറ്റാത്ത മോറലി അവരില്ലാതാക്കാനുള്ള ശ്രമമല്ലേ CPM നടത്തിയത്? എന്താ വടകരയിൽ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു? എന്തിനാണ് മട്ടന്നൂരിൽ നിന്ന് KK ശൈലജ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇത്രയേറെ ആരോപണങ്ങൾ, അതിന്റെ പിറകെ വീഡിയോ എന്ന് പറഞ്ഞ് അവർക്ക് പിന്നീട് മനസ്സിലായി. അവർക്കെതിരെ വീഡിയോ ആരോപണം വന്ന സമയത്ത് പിന്നീട് അവർക്ക് മനസ്സിലായി അത് സെൽഫ് ഗോൾ ആണ് എന്ന്. അവര് തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഇപ്പൊ പറഞ്ഞില്ലേ KK ശൈലജ KK ലതിക ചെയ്യാൻ പാടില്ലായിരുന്നു. പയ്യോളി ഏരിയ സെക്രട്ടറി ഷൈജു ഇപ്പോഴും ഫേസ്ബുക്കിൽ വെച്ചിട്ടുണ്ടത്.
അത് ഫേസ്ബുക്കിൽ വെച്ചിട്ടുണ്ട്, അത് പിൻവലിച്ചിട്ടില്ല. CPM-ന്റെ പല ആളുകൾ ഇപ്പോഴും തന്നെ അത് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. ഇത് CPM-ന്റെ ആസൂത്രിതമായ ശ്രമമാണ്. CPM ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. CPM-നെ നന്നാക്കാൻ നമ്മൾ ആരും വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല. കേരളത്തിലെ ഒറ്റപ്പെട്ട ഒരു വർഗീയ സംഘടനയായിക്കൊണ്ട് കേരളത്തിൽ അവസാനിച്ചു പോകും. വെറുതെ ആയിരിക്കില്ല മറ്റു സ്ഥലത്തൊക്കെ ഇങ്ങനെ തീർന്നു പോയത് എന്നാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ അസ്കറിനെ പോലെയുള്ള ആളുകൾ ഇവിടെ കിടന്ന് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു പ്രയാസമുണ്ട്. മിസ്റ്റർ ഭാസ്കർ, നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ, മറ്റൊരാളൊരു അധ്യാപകരല്ലേ, കൊച്ചു കുട്ടികളെ ആദ്യാക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന, അവർക്ക് സ്വഭാവ രൂപീകരണം നടത്തേണ്ട, അവരെ നാളത്തെ സമൂഹത്തിലെ ഉത്തമ പൗരന്മാരാക്കേണ്ട ഒരു അധ്യാപകന്റെ കയ്യിൽ നിന്ന് ഈ തരം ഏർപ്പാട് വരുന്ന സമയത്ത് അത് തെറ്റാണ് എന്ന് ആർജവത്തോടു കൂടി പറയാൻ AK ഗോപാലിന്റെ, EMS-ന്റെ, നായനാരുടെ, കൃഷ്ണപിള്ളയുടെ പാർട്ടിയുടെ വാലറ്റത്ത് നിൽക്കുന്നവർക്ക് പറ്റിയിട്ടില്ല എങ്കിൽ എങ്ങനെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും? ശരി ശ്രീ നിജേഷ് അരവിന്ദ്, നന്ദി ശ്രീ അഡ്വക്കേറ്റ് DN ഭാസ്കർ, നന്ദി ശ്രീ ശ്രീജിത്ത് പണിക്കർ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: MV ഗോവിന്ദന്റെ മറുപടി വിശ്വസിക്കാമോ? വിശ്വസിക്കാമെന്ന് 16% പ്രേക്ഷകർ, ഇല്ല എന്ന് 80%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. യന്ത്ര സംവിധാനം